അപ്പോൾ ഓരോ ആളുകൾക്കും അതിന്റെ പ്രത്യേക കാര്യങ്ങൾ ഓരോ ദിവസം പിന്നെ ആഗസ്റ്റ് വരാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. പരിസ്ഥിതി മുതൽ എല്ലാ ദിനങ്ങൾക്കും അതിന് പ്ലാൻ ഉണ്ടാകും. ഈ മാസ്റ്റർ പ്ലാനിലായിട്ട് നടത്താൻ പറ്റുന്ന എത്ര ചില എക്സാമിന്റെ ടൈമിൽ നമുക്ക് പ്രശ്നം വരും, അതൊക്കെ നമ്മൾ അതിനെ ആസൂത്രണം ചെയ്യും. രണ്ടാമത് പിന്നെ നമ്മുടെ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് എങ്ങനെ എത്ര നമ്മൾ അധ്വാനിച്ചാലും സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ എഴുതാനും വായിക്കാനും അറിയാത്തവരുണ്ട്. ഈ നമുക്കാണെങ്കിൽ നടപ്പിന്റെ അവർക്ക് അതിന് വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കുക. അതിന് പരിഹാര മാർഗവും എന്ത് ചെയ്യാം, ആ ടീം തന്നെ ചെയ്യണമെന്നാണ്. അവർക്ക് മെച്ചപ്പെടാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്തു. അല്ലാതെ പിന്നെ ഒരു നടപ്പിലാവോ എന്നുള്ളൊരു ആശങ്കയാണ് പറയുന്നത്. അതായത് ഈ എക്സ്പെൻഷൻ നടത്തുമ്പോഴേക്കും ഏറ്റവും വലിയ എക്സ്പെൻസ് ആണ്. പിന്നെ ഒരുപാട് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. ഇതിനെ അവർക്ക് തരണം ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും വലിയ നേട്ടമായിട്ട് നമ്മൾ കാണുന്നത് എല്ലാ സ്കൂളുകളും ചെയ്യാൻ പറ്റും. കാരണം ഒരു 50% മെറ്റീരിയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. 50% മെറ്റീരിയൽസ് നമ്മൾ കാരണം പ്രൈമറിയുടെ പരിശീലനം ചിട്ടയോട് കൂടി അടുക്കും ഒരു സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ പോകാമല്ലോ. ഈ ഹൈസ്കൂളിലെ പരിശീലനത്തില് കാലാകാലങ്ങളിൽ എന്താ വെച്ചാല് ഇതൊരു ആർപിമാർ ഏത് സ്കൂളാണോ അല്ലെ അവിടെ വലിയ തീരുമാനിക്കുക. അത് അതിലൊരു രീതി ഡിഒമാരുടെ ആർപിമാരെ തീരുമാനിക്കും. ആർപിമാരെ ചിലർ വലിയ വന്ന ആൾക്കാർ എന്ന് തുടങ്ങിയത് പരിപാടി കുറെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 21-ാം തീയതി വരെ ഈ പരിപാടി അതിലാരും വരില്ലേ. അതിന്റെ പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികളെ നമുക്ക് മുറിച്ച് കടക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ എല്ലാ സഹായവും ഇപ്പൊ SSP എന്ന രൂപത്തില് GHSS ഭാഗത്ത് നിന്ന് ഉണ്ട്. അതിനാണ് അത് കാണാനും വളരെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ കേൾക്കാനും കൂടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന്റെ പരിശോധനയൊന്നും ഇതിന്റെ ഒരു ഭാഗമല്ല. നമ്മൾ ആരും പരിശോധിക്കപ്പെടേണ്ടതല്ല. നല്ല രൂപത്തിൽ കാര്യങ്ങൾ എന്റെ ഒരു 3 വർഷത്തെ BRC അനുഭവത്തില് ഏറ്റവും മികച്ച രീതിയിൽ പരിശീലനം നടക്കുന്ന ഗ്രൂപ്പ് ഞങ്ങളുടെ LP UP അറബി കോഴ്സുകൾ. ഏറ്റവും മികച്ച രീതിയിൽ അവിടെ ചെല്ലേണ്ട വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ അറിയിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നടക്കും. ഈ വർഷം ട്രെയിനിങ്ങിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ 2 ദിവസം ഉദാഹരണം പിന്നെ യുദ്രിക്കു അദ്ദാരിസു അൽമാന അല്ലെങ്കിൽ പിന്നെ യഫ്ഹമു മബാദിയ ലുഗവിയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഡിക്കേറ്റേഴ്സുകൾ ഓരോ ക്വസ്റ്റ്യനും എന്താണ് അതിന്റെ നവാസിസ് എന്നും അതിന്റെ മുഅശ്ശറാത്ത് തഖ്വീമിയ എന്താണ് എന്നും ഒന്ന് നമ്മള് രേഖപ്പെടുത്തി. അധ്യാപനം നമ്മൾ നടത്തുന്നു. ഇങ്ങനെയുള്ള ഒരു സന്ദേശമാണ് ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല. അപ്രതീക്ഷിതമായിട്ട്